ഹലോ ഗൈസ്, SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താളുകറിയാണ്. കർക്കിടക മാസമല്ലേ, അപ്പോൾ ഒരു താളുകറിയൊക്കെ ആയിട്ട് വെക്കുന്ന രീതി ഒന്ന് എല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. പിന്നെ അമ്മ ചെയ്ത് തന്നെയാണ് നടക്കണ പതിവ് പോലെ തന്നെ. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അമ്മച്ചായിട്ട് നടക്കണത് പുറത്തിട്ടാണ് നടക്കണത്, അത് കാണിക്കാം. ശരി. ഇത് കണ്ട നമ്മളിന്ന് താള് കറിയാണ് വെക്കുന്നത്. അതെ, കർക്കിടക മാസമല്ലേ, അപ്പം അതുകൊണ്ടൊരു താള് കറി വെക്കാമെന്ന് വെച്ചു. ഇപ്പം ഈ താള് വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ഒരു 1/2 കിലോ താളോളം ഉണ്ട്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താം. താളിൻ്റെ കൂടെ ഉള്ളിയാണ് വറയിലിടുന്നത്. ഉള്ളി, പച്ചമുളകല്ല, ഇത് വെള്ള കാന്താരിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളിയുണ്ട്. ഇത് കടുക് വറുത്തതിൻ്റെ ശേഷം, ഉലുവായും കടുകും വറുത്തതിൻ്റെ ശേഷമാണ് ഈ താള് അരിയുന്നത്, നമ്മൾ എണ്ണ വാട്ടുന്നത്. അതിൻ്റെ ശേഷമാണ് നമ്മളിത് വറുത്തരക്കേണ്ടത്. വറുത്തരക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത്രയും താളിനുള്ള സാധനമാണ് ഈ ഇരിക്കുന്നത്. അത് ഒരു 2 മുറി തേങ്ങ, ഒരു 4 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ഉലുവ, ജീരകം, കുരുമുളക്, മേൻപൊടിയായി ഇച്ചിരി ശർക്കര, പിന്നെ ചാണകപ്പുളി, അതായത് മറ്റേ വാളംപുളിയെന്നും പറയും, ചാണകപ്പുളിയെന്നും പറയും. ഇത് തിരുമ്മി പിഴിഞ്ഞ് അതിലേക്ക് താള് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒഴിക്കണം. ഈ ഉപ്പ് ഇട്ട് അത് ചേർപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ വറുത്തരച്ചത് അതിലേക്ക് ഒഴിച്ച് കറിയാക്കി എടുക്കാൻ. ലാസ്റ്റ് മാത്രമേ ശർക്കര ഇടാവുള്ളൂ. എണ്ണയിലാണ് വറുക്കുന്നത്, ഈ വറ പൊട്ടിച്ചത് ഇടുന്നത്. താളിൻ്റെ ഈ തൊലിയില്ല, ഇതേപോലെ എടുക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ അരിയേണ്ടത്. അതെ, ഇതിനൊരു തൊലിയുണ്ട്, അത് ഇങ്ങനെ കളയണം.
നമ്മളിത് ഇതേപോലെ അരിയണം. ലേശം എണ്ണ പുരട്ടിയിട്ട് വേണം അരിയാനായിട്ട്. എനിക്ക് ചേമ്പും താളെടുത്താലേ അത് ചൊറിയലാത്ത കൊണ്ടാണ്. ചേമ്പൊന്നും എടുത്താൽ എനിക്ക് ചൊറിയല, ചേനയും ചേമ്പും ഒക്കെ. അതുകൊണ്ടാണ് ഇച്ചിരി എണ്ണ പുരട്ടി വേണം ഇത് അരിയാൻ കേട്ടോ. ഇത് ലേശം എണ്ണയും ലേശം ഉപ്പുമൊക്കെ ഒഴിച്ചത് ഇങ്ങനെ തിരുമ്മി ഒരു 2 മിനിറ്റ് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കടുക് ഉലുവായും ഒക്കെ എണ്ണ ഒഴിച്ച് വറവൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടാൻ. അപ്പോൾ ഇച്ചിരി ചൊറിച്ചിലുള്ളത് മാറിക്കോളും. എണ്ണ ഒഴിച്ച് വറ കൊടുത്തിട്ട് വേണം ഇടാൻ, താളിടാനായിട്ട്. ഇതേ ആദ്യം ഇടുന്നത് കടുകാണ്. കടുക് ആദ്യം ഇടാം. അത് കഴിഞ്ഞിട്ട് 2 ഉലുവ ഇടണം. ഉലുവ ഇടാം, കടുക് പൊട്ടട്ടെ. ഉലുവ ഇരിക്കണം. വേപ്പിലയിട്ട് കൊച്ചുള്ളി, കാന്താരി, വേപ്പില ഇട്ട് ഇനി താളിടണം. താള് അരിഞ്ഞത് ഇടുകയാണ്. വറയിൽ കിടന്നാണ് വേകുന്നത്, വെള്ളം ഒഴിക്കൊന്നുമില്ല കേട്ടോ. വറയിൽ കിടന്ന് വേകണം. വെന്തതിൻ്റെ ശേഷമാണ് നമ്മൾ ചാണകപ്പുളി ഉപ്പുമൊക്കെ പിഴിഞ്ഞൊഴിച്ച്, അല്ലാതെ വെള്ളം ഒഴിക്കുകയില്ല. ഇത് വറയിൽ കിടന്ന് വേകട്ടെ. ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി പീര വറുക്കാം. പീര വറുക്കാൻ ഒരു ചെറിയ തേങ്ങ, ഒരു ചെറിയ മീഡിയം തേങ്ങയാണ് ചിരണ്ടി എടുത്തത്. അത് വറുത്തിട്ട് വേണം. ഈ സാധനമൊക്കെ ഈ പീര മൂത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ചേർക്കണത്.
ഉലുവായും ജീരകവും കൂടെ ഇട്ട് അതിൻ്റെ ശേഷം നമ്മളിത് ഈ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇട്ടത് കൊണ്ട് മുളക് പൊടി ഇച്ചിരി കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കുരുമുളകിൻ്റെ എരിവുണ്ടാകും. മഞ്ഞൾപ്പൊടി കറിയിനകത്ത് ചേർത്താണ് വേവിച്ചത്. നമ്മൾ താളിന് ചേർക്കാനുള്ള താള് വെന്ത് കഴിയുമ്പോൾ ചേർക്കാനുള്ള പുളി വെള്ളത്തിട്ടിരുന്നു. അതിൽ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. വെന്തതിൻ്റെ ശേഷമാണ് പുളി ഉപ്പും ഇത് ചേർക്കാനുള്ളത്. നമ്മൾ ആദ്യം ഇച്ചിരി പുരട്ടിയതാണ്, അത് കാരണം ഇച്ചിരി ഉപ്പിട്ടാൽ മതി. ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് കലക്കി ഇതിൽ ഒഴിച്ചാൽ മതി. നമ്മൾ ഈ വറുത്തതേ നമ്മൾ മിക്സിയിൽ അരക്കാൻ പോവുകയാണ്. നമ്മൾ മിക്സിയിൽ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. മിക്സിയിലാണ് അരച്ചത്. ലേശം വെള്ളം കൂടെ ഒഴിച്ചാൽ അത് അരപ്പ് ഒന്ന് തിളച്ച് പറ്റണം. ഇച്ചിരി ഉപ്പ് പോരാടിയുണ്ട്, ഇച്ചിരി കൂടെ ഉപ്പിടണം. പുളിച്ചിരി ഉള്ളത് കാരണം ഉപ്പ് ഇടാൻ. നമ്മൾ ശർക്കര ഇടണമെന്ന് പറഞ്ഞല്ല, ആ ശർക്കരയാണ് ഇടുന്നത്. 1 സ്പൂണ് ശർക്കര ഇടണം. അതെ, ഒരു ചൊറിച്ചിലും ഒരു സുഖമൊക്കെ കിട്ടണമെങ്കിൽ ഈ മധുരപ്പ് ഒരു ലേശം മധുരപ്പിടണം. അതിന് ശർക്കര ഇട്ട് ശർക്കരപ്പൊടി ചേർക്കണം. ഇത് ഇപ്പോഴാണ് കറിയുടെ മണം വരുന്നത്. ഇച്ചിരി കൂടെ എണ്ണ തെളിയാനുണ്ട്. ഇപ്പം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കറിയുടെ കേട്ടോ. ഇതാണ് താള് കറിയാണെന്ന് പറയേയില്ല. ഇഞ്ചിക്കറി പോലെ ഇരിക്കണം. നമ്മൾ ഇണക്കിയ താള് കറിയായി. ഇത് ഇറക്കി വെക്കാൻ. കറി ഇറക്കി. കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല, നല്ല സ്വാദ്.